സമാഗമന കൂടാര ശുശ്രൂഷ എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി അവർ നമ്മുടെ മധ്യയിൽ കടന്നുണ്ട്. ഈ പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സമാഗമന കൂടാര ശുശ്രൂഷ. ഈ സമാഗമന കൂടാര ശുശ്രൂഷയിലൂടെ ദൈവം എന്ത് സത്യമാണ് അത് സ്ഥാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊന്നും പറയാമോ? സമാഗമന കൂടാര ശുശ്രൂഷ എന്ന് പറയുന്നത് നാം പൊതുവെ വിലയിരുത്തുമ്പോൾ പൂർണ്ണമായും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ സമാഗമന കൂടാര ശുശ്രൂഷയുടെ മുഖ്യധാരയിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടിയുള്ളതായ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യേശുക്രിസ്തു എന്ന രക്ഷകനെയാണ് യാഗമായിട്ടും യാഗാർപ്പിതമായിട്ടുമൊക്കെയും നാം അവിടെ കാണുന്ന ശുശ്രൂഷകളിലൊക്കെയും കാണപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് പിന്നീട് നമുക്കതിനെ വിലയിരുത്തുവാൻ കഴിയുന്നത്. എന്നാൽ ഈ പഴയ നിയമ ചരിത്രം നാം പഠിക്കുമ്പോൾ 35-ാം അധ്യായത്തിൽ കൂടാര ശുശ്രൂഷയിൽ അവിടെ ചെയ്യേണ്ടതായ ശുശ്രൂഷ കർമ്മങ്ങൾ, അതിനാവശ്യമായ വസ്തുവകകൾ, അതിനെക്കുറിച്ചൊക്കെയും വിവരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് ശുശ്രൂഷയ്ക്ക് ആളുകളെ നിയോഗിക്കുന്നത്, അതൊക്കെയും പ്രദാനം ചെയ്യുന്നത് ആ സമയങ്ങളിൽ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ അത് എപ്രകാരമായിരിക്കുന്നു എന്നും പാപിയായ ഒരു മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതായ ശുശ്രൂഷകൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നും നാം പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അല്ലെങ്കിൽ അത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുവാൻ കഴിയുന്നു. പാപം എത്ര ഭയാനകമാണ്! ഒരു യാഗമൃഗം അവിടെ അത് കൊന്ന് അതിൻ്റെ രക്തം അവിടെ തളിക്കപ്പെടുന്ന അവസ്ഥ, അത് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതെത്ര വേദനാകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ ആ രക്തച്ചൊരിച്ചിലൂടെ നമ്മുടെ പാപം നമ്മളിൽ നിന്ന് അകറ്റുന്നതായ ഒരു പ്രക്രിയ, പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയ, അവസാനമായിട്ട് പാപപരിഹാര ദിവസം ആ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കൊന്ന് അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് മഹാപരിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നു. അപ്രകാരമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ സന്നിധിയിലുള്ളതായ ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ആ പാപത്തെ ഒരിക്കലായിട്ട് സകലരുടെയും പാപത്തെ മുറ്റിലും അകറ്റുവാനായിട്ട് തൻ്റെ സ്വന്തം രക്തത്താൽ അവിടെ പ്രവേശിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് ഒരു വലിയൊരു സത്യമാണ് ഈ സമാഗമന കൂടാരത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ ആത്മാവിൽ നമുക്ക് നിറയുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മാവ് നിറയുന്ന അവസ്ഥയിൽ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലായി നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിച്ച് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ദൈവം നമുക്ക് നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതോടുകൂടി അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിച്ചു തുടങ്ങും. കാരണം പിന്നെ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ നമ്മൾ കർത്താവായ ദൈവം വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കും. ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, ദീർഘക്ഷമ, പരോപകാരം തുടങ്ങിയതായിട്ടുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിച്ചു തുടങ്ങും. അങ്ങനെ നമ്മളിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് ആത്മീക വരങ്ങളെ നൽകും. ആ ആത്മീക വരങ്ങൾ ദൈവം നമുക്ക് വ്യത്യസ്തമായിട്ടാണ് ഓരോ വ്യക്തികൾക്കും നൽകുന്നതെങ്കിലും ആ ആത്മീക വരങ്ങൾ നമ്മൾ കർത്താവായ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വെറുതെ അല്ല വിളിച്ചിരിക്കുന്നത്, അവരെ
ദൈവരാജ്യത്തിന് അവകാശമാക്കുന്നതിന് വേണ്ടി, ഈ ഭൂമിയിൽ രാജ്യത്തിൻ്റെ സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആത്മീക വരങ്ങളെ ദൈവം നമുക്ക് നൽകുകയും ആ ആത്മീക വരങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. ഇതാണ് നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ നമ്മളിൽ നിന്നും ആത്മീക ഫലം പുറപ്പെടുവിക്കപ്പെടുകയും അതോടുകൂടി ദൈവം നമുക്ക് ആത്മീക വരങ്ങളെയും നൽകിക്കൊണ്ട് നമുക്ക് ഈ ദേശത്ത്, ഈ ലോകത്ത് ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. അപ്പം സമാഗമന കൂടാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അളവുകൾ, മെഷർമെൻറ്റ്സ്, അളവുകൾ, അത് പ്രകാരം എത്ര ഉയരമായിരിക്കണം, എത്ര വീതിയും നീളവും ഒക്കെ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സകലവിധമായ കാര്യങ്ങളെക്കുറിച്ച് പ്രാകാരം, അതുപോലെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിനുള്ളിരിക്കുന്ന ഉപകരണങ്ങൾ, അതിൻ്റെതായ അളവുകളെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സമാഗമന കൂടാരത്തെക്കുറിൻ്റെ അളവുകളെക്കുറിച്ചൊക്കെയും വ്യക്തമായിട്ട് ദൈവം നൽകിയ അളവിൻ പ്രകാരം എല്ലാ വസ്തുക്കളും അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ക്രമീകരണം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തികളൊക്കെയും കൃത്യതയോടുകൂടിയും അത് വളരെ വ്യക്തതയോടുകൂടിയും വേണം ചെയ്യേണ്ടതെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ അപ്രകാരമായിരിക്കണമെന്നും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മോശയോട് അതിൻ്റെ നീളം, വീതിയെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകം 35-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണി എപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട വസ്തുക്കൾ ഏതൊക്കെ രീതിയിലുള്ളതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളി, പൊന്ന്, താമ്ര നൂലുകൾ, ധൂമ നൂലുകൾ, ചുവന്ന നൂലുകൾ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ദൈവം മുന്നമേ മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് പ്രവൃത്തി പദത്തിലെത്തിപ്പാൻ ഇടയായി തീർന്നത്. ഇവിടെ നമ്മൾ ഇതൊരു നല്ല ചർച്ചയാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സമാഗമന കൂടാരം അവിടെ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. നല്ലൊരു ചർച്ച. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച നമ്മൾ തുടരുന്നു. സമാഗമന കൂടാരം എന്ന വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ സമാഗമന കൂടാരത്തെക്കുറിച്ച് നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ കാണും. ഇവിടെ പറയുന്നത് സമാഗമന കൂടാരത്തിൽ ദൈവീയമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ആരും പ്രവേശിക്കരുത് എന്ന് അവിടെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ് അവർ വിവേചിച്ച് അറിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ ഒരു രൂപരേഖ തന്നെ അവിടെ മോശ പ്രവാചകൻ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് ഈ സമാഗമന കൂടാരം ഒന്നാമതായിട്ട് സ്വർഗീയമായ വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയിലാണ് പണിതിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലനും രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ. അതുപോലെ വെളിപാടുകാരനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മോശ പ്രവാചകൻ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരമുണ്ട്. ആ വിശുദ്ധ മന്ദിരത്തിൽ ദൈവം അധിവസിക്കുന്നു. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതേ മാതൃകയിൽ ഭൂമിയിൽ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുന്നു. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ ദൈവിക സാന്നിധ്യം നിലനിൽക്കുന്നു. ഈ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് മോശ പ്രവാചകൻ പറയുന്നത് ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നതിന് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഓ ലോർഡ് ദൈ വേസ് ഇൻ ദ സാങ്ച്വറി, അതായത് ദൈവിക വഴി വിശുദ്ധ മന്ദിരത്തിലൂടെയാണ്, അല്ലെങ്കിൽ ദൈവം രക്ഷാപദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഈ വിശുദ്ധ മന്ദിര മാതൃകയിലാണ് എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിന് 3 ഭാഗങ്ങളുണ്ടെന്നറിയാം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതുപോലെ ഓരോ ഭാഗത്തും ഓരോ ഉപകരണങ്ങളുണ്ട് എന്നും കാണുവാൻ സാധിക്കും. പ്രാകാരത്തിൽ നോക്കുമ്പോൾ 2 ഉപകരണങ്ങൾ, ഹോമയാഗപീഠം, അതുപോലെ താമ്രത്തൊട്ടി. അതുപോലെ വിശുദ്ധ സ്ഥലത്ത് നോക്കുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ, പൊൻനിലവിളക്ക്, ധൂമപീഠം. ഇനി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 കെരൂബുകൾ മറച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൃപാസനമുണ്ട്. കൃപാസനത്തിൻ്റെ അടിഭാഗത്ത്
നിയമപ്പെട്ടകമുണ്ട്. നിയമപ്പെട്ടകത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ ഇരിപ്പുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അഹരോൻ്റെ തളർത്ത വടിയും, അതുപോലെ തന്നെ മന്നയിട്ട് വച്ചിരിക്കുന്ന പൊൻപാത്രം, അതുപോലെ തന്നെ ഈ പെട്ടകത്തിന് പുറത്ത്, നിയമപ്പെട്ടകത്തിന് പുറത്ത് മോശയുടെ ന്യായപ്രമാണങ്ങൾ എഴുതിയതായിട്ടുള്ള പുസ്തകം, ഇതൊക്കെയും ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിലെ ഓരോ ഭാഗങ്ങളും ശരിക്കും നമ്മൾ വീക്ഷിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു യാഗമൃഗത്തെയും കൊണ്ട് പ്രാകാരത്തിലെ ഹോമയാഗപീഠത്തിൻ്റെ അടുത്ത് വരുന്നു. അവിടെ മഹാപുരോഹിതൻ ആ വ്യക്തിയുടെ പാപങ്ങളൊക്കെയും ഈ മൃഗത്തിൻ്റെ മേലാക്കുന്നു. അതിനുശേഷം ഈ പാപം ചെയ്ത വ്യക്തി തന്നെ അതിനെ അറുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ രക്തം ഹോമയാഗപീഠത്തിലാക്കുന്നു. അതിനുശേഷം താമ്രത്തൊട്ടിയിൽ ആ വ്യക്തി തന്നെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഹോമയാഗപീഠത്തിലെ രക്തം കർത്താവ് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ വിശുദ്ധീകരണത്തെ പ്രദാനം ചെയ്യുന്നു താമ്രത്തൊട്ടി. അത് കഴിഞ്ഞ് വരുന്ന കാഴ്ചയപ്പത്തിൻ്റെ മേശ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ പൊൻനിലവിളക്ക് പ്രദാനം ചെയ്യുന്നു. ധൂമപീഠം അതുപോലെ തന്നെ. അതിലെ ഓരോ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, പാപിയായ വ്യക്തിക്ക് ക്രിസ്തുവിലൂടെ എങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ സാധിക്കും എന്ന് വരച്ച് കാട്ടുന്നതായിട്ടുള്ള ഒരു മാതൃകയാണ് സമാഗമന കൂടാരം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിലുള്ളതായ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ കേട്ടത്. താങ്ക് യു. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം പാസ്റ്ററിനോടൊപ്പം ഉണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് എടുത്തു ചെയ്ത ദൈവ സാന്നിധ്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുവനെ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ കൂടിയാണ് എങ്കിൽ അവൻ്റെ പ്രവൃത്തികളിൽ കൂടി അത് നമുക്ക് വിവേചിച്ചറിയുവാൻ കഴിയും. ഒരു വ്യക്തി ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നതായ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക സന്തോഷവുമാണ്. പലപ്പോഴും നമ്മൾ ദൈവികമാകുന്ന സാന്നിധ്യത്തെ അത് വിവേചിച്ചറിയുവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. തെറ്റിലേക്ക് നാം വഴുതി പോകുമ്പോൾ നേരായ പാത നമുക്ക് ചൂണ്ടിക്കാണിച്ചാലും നാം അതിന് വശംവദരാകാതെ തെറ്റിലേക്ക് തന്നെ വഴുതി പോകുക എന്ന അനുഭവം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഒരു കാര്യസ്ഥനെ ഇന്ന് നമ്മെ നേരായ പാതയിൽ നയിക്കുവാൻ നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണ്? വേദപുസ്തകം പറയുന്നത് അവൻ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന സമയങ്ങളിലും നാം പരിശുദ്ധാത്മാവിന് വശംവദരാകാതെ നമ്മുടെ ചിന്തകൾക്ക്, വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് എന്ത് ചെയ്യും? അകന്നു പോകും. ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം ദൈവികമാകുന്ന ചിന്തയിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവിക ചിന്തയിൽ നിന്ന് നാം അകന്നു പോയാൽ നാം ലൗകികനായി മാറുന്നു. ലൗകികനായി നാം മാറുമ്പോൾ എന്ത് ചെയ്യും? നാം ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ലോകത്തിന് അനുരൂപരായി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവികത എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായ അനുഭവമുണ്ടാകും. അതുകൊണ്ട് ദൈവമക്കളാകുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ പൂർണ്ണമായും തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവിക ചിന്തകൾക്ക് വശംവദനായിക്കൊണ്ട് താഴ്മയും വിനയവും ധരിച്ചുകൊണ്ട് ദൈവത്തെ കേൾക്കുവാനുള്ള മനസ്സുള്ളവരായി തീരണം. അപ്പോൾ മാത്രമേ ദൈവിക വഴിയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അതുപോലെ തന്നെ ആ സമാഗമന കൂടാര ശുശ്രൂഷ, അതിൻ്റെ ആ ശുശ്രൂഷയെക്കുറിച്ച് തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും പറയുവാനായിട്ട് സാധിക്കുമോ ചുരുക്കത്തിൽ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യ അവതാരം, ക്രിസ്തു യോർദാൻ നദിയിലേക്ക് സ്നാനമേൽക്കുവാൻ വരുന്ന വേളയിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ആ ക്രിസ്തു
ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു യാഗവസ്തുവിനെ കൊണ്ട് പാപിയായ മനുഷ്യൻ കൊണ്ടുവരുന്നത് പോലെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ക്രിസ്തു അവിടേക്ക് വന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ആൻസറാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് എത്തുന്നു. മാന്യപ്രേക്ഷകരെ, എങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. ഇതാ ഞങ്ങൾ വേഗം എത്തുന്നു. സമാഗമന കൂടാര ശുശ്രൂഷ എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ അവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ സമാഗമന കൂടാരത്ത് അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ കൂടാര ശുശ്രൂഷ, സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളിൽ പാസ്റ്റർ പങ്കുവച്ചു. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ മോശ പ്രവാചകൻ ഈ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുന്ന വേളയിൽ പറയുന്നത് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നതിന് വേണ്ടി, പുറപ്പാട് പുസ്തകം 25:8 പ്രകാരമാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മോശയോട് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാൻ അവിടെ പറയുകയാണ്. ഇനി കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണവും ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം സദാകാലത്തും മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു ആവശ്യകത വന്നിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഇനി കർത്താവായ യേശുക്രിസ്തു സ്നാനമേൽക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ ക്രിസ്തു ചിന്തിച്ചു നോക്കുക, ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു യാഗമൃഗത്തെയും കൊണ്ട് ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിലേക്ക് വരണം, യാഗപീഠത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ വ്യക്തി ഈ യാഗമൃഗത്തെയും കൊണ്ടുവരുന്നത് കാണുന്ന മറ്റു വ്യക്തികളെല്ലാം ചിന്തിക്കും, ഇതാ ഒരു പാപിയായ മനുഷ്യൻ കടന്നു വരുന്നു, ആ വ്യക്തി എന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പരിഹാരമായിട്ട് യാഗമൃഗത്തെ കൊണ്ടുവരുന്നത്. കർത്താവായ യേശുക്രിസ്തു ആ മരക്കുരിശും ചുമന്നുകൊണ്ട് ആ തെരുവീതിയിലൂടെ പോകുന്ന വേളയിൽ ആ ക്രിസ്തുവിനെ കാണുന്നതായിട്ടുള്ള വ്യക്തികളെല്ലാം ചിന്തിച്ചിരിക്കുന്നത് ക്രിസ്തു പാപം ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്തു വലിയ എന്തോ അപരാധം ചെയ്തു എന്നാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പാപമില്ലാത്തവനെ പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി പാപമാക്കി തീർത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ഇനി വിശുദ്ധ മന്ദിരത്തിൽ ഓരോ ഭാഗത്തും ഓരോ ഉപകരണങ്ങളും രക്തം കൊണ്ട് തൊടണമെന്ന് സ്വർഗത്തിലെ ദൈവം മോശയോട് അഹരോനോടും മോശയോടും കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ ഹോമയാഗപീഠം രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം, അതുപോലെ താമ്രത്തൊട്ടി രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം, പരിശുദ്ധ സ്ഥലത്തിലെ പല ഉപകരണങ്ങളും ഈ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ഇനി വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ഈ രക്തത്തെ കൊണ്ടുപോയി അവിടെ തളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് കൽപ്പനകൾക്ക് മുകളിൽ കൃപാസനത്തിൽ അത് പ്രദാനം ചെയ്യുന്നതും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സകലത്തിനും വിമോചനം അല്ലെങ്കിൽ സകലത്തിനും പാപശുദ്ധീകരണം വരുത്തുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പ്രതീകാത്മകമായിട്ട് സമാഗമന കൂടാരത്തിലെ ഓരോ ശുശ്രൂഷകളെയും പ്രദാനം ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷാപദ്ധതി, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ആ ഒരു രക്ഷാപദ്ധതിയാണ് സമാഗമന കൂടാരത്തിലെ ഓരോ ശുശ്രൂഷകളും ഓരോ ഉപകരണങ്ങളും സകലതും പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പ്രവചനം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ എന്താണ് പ്രത്യേകിച്ച് പറയുന്നതെന്ന് പറയാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. നാം എല്ലാവരും കാക്ഷിക്കുന്നതും ദൈവം ഇനി നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ പോകുന്നതുമായ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ പറയുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട്, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, ഇനി സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ദൈവം സ്ഥാപിക്കുവാൻ പോകുന്നതായ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ എങ്ങനെയുള്ളൊരവസ്ഥയാണ്? അവിടെ ഈ പറഞ്ഞ ഭൂമിയിലുണ്ടായിരുന്നതായ യാതൊരു വിധമായ ദുഷ്ടതയില്ല, അവിടെ മനുഷ്യൻ തമ്മിൽ വൈരമില്ല, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ഐക്യതയുടെയും കരുതലിൻ്റെയും പ്രതീകമായിട്ടുള്ള ഒരിടമാണ്. ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നാമത്തെ ഭൂമിയും പാപപങ്കുലമായ ഈ ഭൂമിയും പാപപങ്കുലമായ ഈ ആകാശവും ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ദൈവമാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഇനി അവിടെ സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു വാസത്തെക്കുറിച്ചും ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചും ദൈവത്തെ സ്നേഹിക്കുന്നവരെ മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളുന്നതായ ഒരു ഭൂമിയിൽ വസിക്കുവാൻ കഴിയുമെന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപാടുകാരനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം ഓർത്തിരിക്കേണ്ടത്, ഈ കാലം അത്രയും നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ നാം ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലായി തീർന്ന് കൂടാര ശുശ്രൂഷകളിൽ കൂടിയും ദൈവീകമാകുന്ന ശുശ്രൂഷകളൊക്കെ നാം കണ്ടത് യേശുക്രിസ്തു എന്ന രക്ഷകൻ്റെ പ്രാതിനിധ്യമാണ്. ആ യേശുവിൻ്റെ പിൻഗാമികളായിട്ടുള്ള നാം ഓരോരുത്തരും തീർച്ചയായിട്ടും ആ പുതിയ ഭൂമിയിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരു അനുഭവത്തിലായി തീരുവാൻ ഇടയായിത്തീരും. സമാഗമന കൂടാര ശുശ്രൂഷകളെല്ലാം എന്തിനെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കമായിട്ട് പറയാമോ? സമാഗമന കൂടാര ശുശ്രൂഷകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ഇതൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിങ്കലുള്ള ശുശ്രൂഷകളെ ആണ് അത് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ യാഗത്തെയാണ് അത് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, യാഗങ്ങളും വഴിപാടുകളും ഈ സമാഗമന കൂടാരത്തിൽ നടന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ വഴിപാടുകളും യാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അതും പ്രദാനം ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. ഈ ഭൂമിയിലുള്ള അത് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, ആട്ടും കൊറ്റന്മാരുടെയോ കാളക്കിടാങ്ങളുടെയോ ഒക്കെ യാഗങ്ങൾക്ക് നമ്മുടെ പാപത്തിന് ശുദ്ധി വരുത്തുവാൻ കഴിയുകയില്ല. അതൊക്കെയും നിഴലായിരുന്നു, വരുവാനിരുന്നതിൻ്റെ നിഴലാണ് അതൊക്കെയും. പൊരുളായ ക്രിസ്തു വന്നപ്പോൾ അതൊക്കെയും നീങ്ങിപ്പോയി എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയും കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നല്ലൊരു ചർച്ചയാണ്. നമുക്ക് പാസ്റ്റർ ചുരുക്കമായി പ്രാർത്ഥിക്കാം. നല്ലവനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. തുടർന്നും അങ്ങയുടെ കരവും കാവലും അടിയങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച കർത്തൃദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, വളരെ അർത്ഥവത്തമായ സമാഗമന കൂടാര ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ അന്തർലീനീയമായ സത്യങ്ങളെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.